വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുമിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ ദൈവവിശ്വാസികൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ പ്രാർത്ഥനയേക്കാൾ സ്പീഡുള്ള ഒരു കാര്യം, പ്രാർത്ഥന അതിൻ്റെ ബേസ്മെൻ്റായിട്ട് വേണം, പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ പെട്ടെന്ന് ഉണ്ടാകുന്ന കുറച്ച് റേഞ്ച് ഉണ്ടാകുന്ന ഒരു വിഷയം സുവിശേഷം നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അത് ഈശോയാണത് പറയണേ. അതായത് ക്ലേശങ്ങൾ പെരുകുമ്പോൾ, അതായത് ഈ ചില ചേച്ചിമാർ, അപ്പോൾ ഇന്നാളൊരു ചേച്ചി ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് പേടി, എൻ്റെ ഭർത്താവ് പാപിയായി പോകുന്നതിൽ അയാളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതിന് വെച്ചാൽ എനിക്ക് പേടിയൊന്നും. അപ്പം ഞാനവിടെ ദൈവമേ, ശാരീരികമായ ബന്ധം അകന്നകന്ന് പോവുകയും കുടുംബത്തെ സാന്നിധ്യമില്ലാതിരിക്കുകയും അവിശ്വസത കാണിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ശരീരത്തെക്കാളുപരി ഭൗതികമായ സാന്നിധ്യത്തെക്കാളുപരി ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നവരില്ലേ ഇപ്പോഴും ഉണ്ട് ഈ കേരളത്തിൽ. അതായത് അങ്ങനെ ജീവിക്കുമ്പോൾ അവരെന്താ പറയണത്? കർത്താവിൻ്റെ വചനത്തിന് അവർ സാക്ഷ്യം വഹിക്കുകയാണ്. കാര്യം അവർക്ക്, അല്ലെങ്കിൽ അവർക്കും ഇട്ടും കുഞ്ഞുങ്ങളിട്ട് അവരുടെ തോന്നിവാസം പോകുമായിരുന്നു. കാര്യം എന്താണ്? ദൈവം യോജിപ്പിച്ചതാണ്. അപ്പം മാർക്കോസിൻ്റെ 10:9 എന്താ പറയണത്? ദൈവം യോജിപ്പിച്ചത്. അതിങ്ങനെ ദൈവം യോജിപ്പിച്ചത് അതൊരു വിശ്വാസമാണ്. അതായത് ആ വിശ്വാസത്തിൽ നമ്മളതിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ഈ വചനം സാർത്ഥകമായി വരണത്. കാര്യം നമുക്ക് ഇപ്പോൾ ജീവിത പങ്കാളിയോട് അവിശ്വസ്ത കാണിക്കുന്നതെങ്കിൽ എത്ര കാരണങ്ങൾ വേണമെങ്കിലും ആകാം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്നാളൊരു ചേട്ടത്തി ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛൻ ആ മനുഷ്യൻ്റെ കൂടെ ഇങ്ങനെ കിടക്കണത് വായി ഭയങ്കര മണമാണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേരിലും അവർ ഭയങ്കര ചണ്ടയാണ്, വഴക്കാണ്. അവർ ഒരുതരം പിരിയണ കണ്ടീഷനാണ്. ഇന്നത്തെ കാലത്ത് പിരിയണമെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഇയാളുടെ ഇഷ്ടത്തിന് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കണത്. അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? പിരിയാനാണെങ്കിൽ ഒരു 10,000 കാര്യമുണ്ട്. പിരിയാതിരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്?
ദൈവം യോജിപ്പിച്ചതാണെന്ന്. എൻ്റെ ദൈവവേദനയിലെ സാക്ഷ്യം നിന്നെ സംരക്ഷിക്കും. എന്താ കാര്യം എന്നറിയാവോ? ഇപ്പം ഞാനീ പറഞ്ഞില്ലേ, പിരിയാൻ 10,000 കാര്യങ്ങൾ, പിരിയാതിരിക്കാൻ ഒറ്റ കാര്യം. എന്നാ കാര്യമാ? 10:9 മർക്കോസിൻ്റെ സുവിശേഷം. എന്താ അത്? ദൈവം യോജിപ്പിച്ചതാണ്. ദൈവം യോജിപ്പിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിത പങ്കാളിയുടെ അവിശ്വസ്തത കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ, തൻ്റെ കുഞ്ഞുങ്ങളെ വിശ്വസ്തയോടെ നോക്കുമ്പോൾ ആ വചനത്തിന് നമ്മൾ സാക്ഷ്യം പറയുക. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വേദസാക്ഷ്യം ഒന്നുണ്ട്. വേദസാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? വചനത്തിന് സാക്ഷ്യം വഹിക്കുക. സെബസ്ത്യാനോസ് വേദസാക്ഷി, രക്തസാക്ഷിയുമാണ്. മദർ തെരേസ വേദസാക്ഷിയാണ്. എനിക്ക് വിശന്നു, എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ആ വചനത്തിന് സാക്ഷ്യം വഹിക്കും. അപ്പോൾ കുടുംബങ്ങളിൽ ജീവിത പങ്കാളി അവിശ്വസ്ത കാണിക്കുമ്പോഴും നമ്മൾ കർത്താവിനോട് ചെയ്ത ഉടമ്പടിക്ക് വിശ്വസ്തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വചനത്തിനാണ് സാക്ഷി, വേദസാക്ഷിയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്, നമ്മളെ സാക്ഷികളാക്കുക എന്നുള്ളത്. ദൈവത്തിലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, അതുപോലെ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ, സമാധാനം നഷ്ടപ്പെടുമ്പോൾ നീ ഒരു തീരുമാനം എടുക്കണം. എന്താ? വചനത്തിന് ഞാൻ അപ്പോസ്തലന്മാരെ പോലെ സാക്ഷിയാണ്. എൻ്റെ ഓരോ ദിവസവും ഞാൻ ജെറുസലേമിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ കർത്താവിനെ പോലെ ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ എന്നാ സംഭവിക്കും? ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോഴാണല്ലോ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവികമായ പുണ്യങ്ങളിൽ നമ്മൾ വളരണത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. റോമ 4:20 എന്താ പറയണേ? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരാൻ. വിശ്വാസത്തിൽ മാത്രം വളരാൻ പറ്റുമോ? ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ പ്രത്യാശയെ വളരും. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമ്മൾ ദൈവസ്നേഹത്തിൽ വളരും. അപ്പോൾ ഇതിനെല്ലാം വളരണം. ദൈവസ്നേഹത്തിൽ നമ്മൾ വളരണം, പ്രത്യാശയിൽ നമ്മൾ വളരണം, വിശ്വാസത്തിൽ നമ്മൾ വളരണമെങ്കിൽ എന്താണ് മാർഗം? പ്രാർത്ഥനയേക്കാൾ വലിയ മാർഗമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തൽ, സാക്ഷീകരണങ്ങൾ. സാക്ഷ്യം നമ്മൾ ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിയാൽ ദൈവം നമ്മളെ സാക്ഷ്യപ്പെടുത്തും. അതാണ് സത്യം. നമ്മൾ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തിയാൽ ദൈവം നമ്മളെ സാക്ഷ്യപ്പെടുത്തും. അതല്ലേ കർത്താവിൻ്റെ വചനത്തിൻ്റെ അന്തസത്ത? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞത് 17:4. മഹത്വത്തിൻ്റെ വാക്കെന്താ? സാക്ഷ്യപ്പെടുത്തിയല്ലേ മഹത്വപ്പെടുത്തണത്. അപ്പം നമ്മൾ ദൈവത്തിന് ഒരു വചനത്തിന് സാക്ഷ്യം നിന്നാൽ, ഇപ്പം ആ സ്ത്രീ എന്താ ചെയ്തത്? ഭർത്താവ് ഇട്ടിട്ട് പോയിട്ട് ആളെ നിന്ന് ആ വചനത്തിൽ, മർക്കോസിൻ്റെ 9:10-9 വചനത്തിൽ അവൾ ഉറച്ചു നിന്നു. ദൈവം യോജിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. അപ്പം അങ്ങനെ ആൾ തിരിച്ചു വരണത്. ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളെ ദൈവം മഹത്വപ്പെടുത്തും. കാര്യം കർത്താവിൻ്റെ വചനം പാലിച്ച കാരണം എന്തെല്ലാം ബന്ധനങ്ങൾ ചെന്നാലും നിൻ്റെ ജീവിത പങ്കാളി തിരിച്ചു കൊണ്ടുവരും. ചില മക്കൾ മദ്യപിക്കണില്ലേ? ചില ആൾക്കാർ കഞ്ചാവിന് അടിമപ്പെട്ടിട്ട് ജീവിക്കണില്ലേ? ചില ആൾക്കാർ കള്ളക്കേസിൽ പെട്ടിട്ടിരിക്കില്ലേ? ഇങ്ങനെ ഓരോ മക്കളും കൈമോശം വന്നിട്ടില്ലേ? മക്കളെ കൈമോശം വരുമ്പോൾ, കുടുംബത്തിൽ പട്ടിണി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കന്മാർ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്? അപ്പന്മാർ ചിലപ്പോൾ കുടിക്കും. അത് ഉപ്പ് തിന്നണം, വെള്ളം കുടിക്കണ പോലെ ഇരിക്കും. മക്കളാ പോയി, പിന്നെ ഇവരും പോയി കുടിക്കണത് എന്തിനാണ്? അതൊക്കെ ചുമ്മാ കള്ളത്തരമാണ്. മദ്യപാനികൾ തോന്നിവാസം കാണിക്കണതാണ്. അതിനൊക്കെ അവരുടെ മദ്യപാനത്തിനൊരു ഒരു മുട്ടുശാന്തി ഉണ്ടാക്കുന്നതാണ്. എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, വലിയ മകൾ പ്രേമിക്കുകയാണ്, വേറെ ലൈനടിക്കുകയാണ്, തോന്നിവാസത്തിൽ ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പനും കുടിച്ചുകൊണ്ട്. അതൊന്നുമില്ല. അതൊക്കെ ഇരുട്ട് കൊണ്ട് ഊട്ടടക്കാനേ പറ്റത്തുള്ളൂ. അതൊക്കെ ഉപ്പ് തിന്നണം, വെള്ളം കുടിക്കും. അതൊന്നുമല്ല പ്രശ്നം. അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വചനത്തിന് സാക്ഷ്യം വഹിക്കണം. പിന്നെ അങ്ങോട്ട്, അതായത് സാത്താൻ പ്രബലപ്പെട്ടെന്ന് കണ്ടാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? സാത്താനെ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. സാത്താനെ കണ്ട അവൻ്റെ തല തകർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ്റെ തല തകർക്കണമെന്ന് വചനത്തിൻ്റെ, അതായത് സാത്താൻ എന്ന സംഭവത്തെ കണ്ട, ഇപ്പം ഭക്ഷണം കണ്ട എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കണം. നമ്മൾ സാത്താനെ കണ്ട നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ തല തകർക്കണം. അവൻ്റെ തല തകർക്കണം എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവൻ്റെ തല തകരണത്. കർത്താവിൻ്റെ വചനം കേൾക്കാഞ്ഞതാണല്ലോ ഹവ്വാടെ തല തകർന്നത്. അതിന് മറുപടി എന്താ പറയണത്?
എന്നെ ശ്രവിക്കുന്ന ഒരു മകളൊരു കാലത്ത് എനിക്ക് ജനിക്കും, അവനിന്നൊരു സന്തതി ജനിക്കും, അവൻ നിൻ്റെ തല തകർക്കുമെന്ന നമ്മൾ ഉൽപ്പത്തി 15 വായിക്കുമ്പോഴേ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് നമ്മൾ സാത്താൻ്റെ തല തകർക്കണത്. അപ്പോൾ ദൈവം മഹത്വപ്പെടും. ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധി. അതുകൊണ്ടാണ് ഈശോ 21:13 എഴുതിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ, വ്യാധികളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, കടങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ എൻ്റെ വചനത്തിന് സാക്ഷികളായിരിക്കുമെന്നാണ്. അപ്പോൾ ആ വചനത്തിന് സാക്ഷിയാകാൻ ഇപ്പോഴും നമ്മൾ കർത്താവിൻ്റെ വചനത്തോട് അത്രയും തന്നെ കൂറോടുകൂടി പ്രയാസത്തിൻ്റെ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട്, വൈദ്യശാസ്ത്രം കൈവിട്ട സമയത്ത് പോലും എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ 14:6 ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ല, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. ഐ വിൽ ബി വിത്ത് യു ആൻഡ് ടു ദി ലാസ്റ്റ്, അന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന്, ഇടയ്ക്ക് വെച്ച് പിരിയത്തില്ലെന്ന്. നമ്മൾ 28 മത്തായിയുടെ സുവിശേഷത്തിൽ 20:28 വായിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിന് ഇപ്പോൾ കുഞ്ഞിനൊരു രോഗമുണ്ടായി, ആ ഗർഭശിശുവിന് കിട്ടത്തില്ലെന്ന് പറഞ്ഞു, അതിനെ അബോർട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു, കൊന്നു കളയാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ കാർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് ഈ അനാഥമായ സമയത്ത് വൈദ്യശാസ്ത്രം പോലും ഞങ്ങളെ അനാഥമാക്കുകയാണ്, കാര്യം കൈ ഒഴിയുകയാണ്. വൈദ്യശാസ്ത്രം അനാഥമാക്കിയാലും ഞാൻ നിങ്ങളെ അനാഥരാക്കത്തില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും സൗഖ്യമായി. ആ വലിയ സാക്ഷ്യം നമുക്കിപ്പോഴും വായിച്ചുകൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. ഇത് കേൾക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു പ്രതിസന്ധിയിലാണ് നീയെങ്കിൽ, നിന്നോട് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ പാലിച്ചുകൊണ്ട് നീ പ്രത്യാശയോടെ കാത്തിരുന്ന് കർത്താവിനെ പ്രാപിക്കാൻ, കർത്താവിനെ സ്വീകരിക്കാൻ ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ പേര് ഹാനറ്റ്, ഞാൻ പാണാവള്ളിയിൽ നിന്നും വരുന്നു. എൻ്റെ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് 5-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്, കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, ജനിതക വൈകല്യമുണ്ട്, അതുകൊണ്ട് 20,000 രൂപയുടെ ടെസ്റ്റ് നടത്തണം, അതിൽ പോസിറ്റീവായി വരുവാണെങ്കിൽ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കൃപാസനത്തിൽ വന്ന് ജോസഫച്ചനെ കാണുകയും അച്ഛൻ പറഞ്ഞു, അച്ഛൻ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ അച്ഛൻ പറഞ്ഞു ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ ഉടമ്പടി എടുത്തു. അതിനുശേഷം പ്രഗ്നൻറ്റ് സമയം വരെ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിക്കുകയും വയറിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഡെലിവറി സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളെയും ICUയിലും എല്ലാം പോയി കഴിഞ്ഞിട്ടും എൻ്റെ കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ എനിക്ക് ഈശോ തന്നു. അതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പ്രിയമുള്ളവരെ, നമ്മൾ വലിയൊരു സാക്ഷ്യമാണ് കേട്ടത്. ഈ സാക്ഷ്യം അവർക്ക് ആ കുഞ്ഞിനെ കിട്ടത്തില്ലായിരുന്നു, പക്ഷെ ആ കുഞ്ഞിനെ കിട്ടി. എങ്ങനെ കിട്ടി? കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ വചനത്തിൽ വിശ്വസിക്കുന്നത് ഒരു സാക്ഷ്യത്തിൻ്റെ രീതിയാണത്. അതിപ്പോൾ നിങ്ങൾ മറന്നു പോരും, നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ് കേൾക്കുക. അതായത് ഈശോൻ്റെ ഒരു വചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ വചനത്തിന് സാക്ഷിയായി മാറുകയാണ്. സാക്ഷിയെ ദൈവത്തെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ വേണമെങ്കിൽ തള്ളിക്കളയാം, പക്ഷെ ഒരു സാക്ഷി തള്ളിക്കളയാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവേ, ഇതുപോലെ ഓരോ വചനത്തിനും അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ മാതാപിതാക്കന്മാരെ പോലെ ഒരു പക്ഷേ വിശ്വാസമില്ലാത്തത് കൊണ്ടോ വിശ്വാസം കുറഞ്ഞു പോയത് കൊണ്ടോ ആരും വിശ്വാസം പ്രേരിപ്പിക്കാത്തത് കൊണ്ടോ അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് തളർന്നു പോയിട്ടുള്ളത്. ഇനി നിങ്ങൾ തളരത്തില്ല. ഇതൊരു ലക്ഷ്യമാണ്, ഇതൊരു രീതിയാണ്, ഒരു മാർഗമാണ്. അതായത് പ്രയാസങ്ങൾ പെരുകുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷിയാകുക. പ്രാർത്ഥിക്കുന്നതിനേക്കാളുപരി പ്രാർത്ഥന അടിസ്ഥാനത്തിൽ വചനത്തിന് സാക്ഷിയാകുക. നമുക്കും ഇതുപോലെ പ്രതിസന്ധി കടന്നു പോകുന്ന മക്കൾ,
അവർ ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് ആ വചനം പാലിക്കാൻ വേണ്ടി അതിനുവേണ്ടി ബോധപൂർവ്വം ശ്രമിക്കുമ്പോൾ നമ്മൾ ആ വചനത്തിന് സാക്ഷികളാകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് 14:4 അനുസരിച്ച് കൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. അപ്പോൾ നമ്മൾ ഈ പ്രാരാബ്ധങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്യും. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ഇടപെടണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഹല്ലേലൂയ. ലോകത്തിന്റെ നാനാഭാഗത്ത് നിൽക്കുന്നവരോട് സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ സാക്ഷിയായി തീരാൻ, വേഗത്തിൽ സാക്ഷിയായി മാറാൻ. ചേർന്ന് പാടാം. യേശുവിൻ സാക്ഷിയായി തീരാൻ, വേഗത്തിൽ സാക്ഷിയായി മാറാൻ. ജീവൻ നമ്മിലേക്ക് പകർന്നിടുവാൻ പരിശുദ്ധാത്മാവേ വരണേ. ജീവൻ നമ്മിലേക്ക് പകർന്നിടുവാൻ പരിശുദ്ധാത്മാവേ വരണേ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തി പറട്ടെ. നമ്മുടെ ജീവിത സങ്കടങ്ങളും വേദനകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. ജീവിത സങ്കടങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, വചനത്തിന് സാക്ഷിയാകാൻ, കേട്ട വചനങ്ങൾക്ക് സാക്ഷിയാകാൻ, വേദസാക്ഷിയാകാൻ കൃപ ചെയ്യണമേ. വചനത്തിൽ വേരൂന്നി വളരാൻ, ആത്മാവിനെ അനുസരിക്കാൻ. വചനത്തിൽ വേരൂന്നി വളരാൻ, ആത്മാവിനെ അനുസരിക്കാൻ. വരം ഞങ്ങൾക്കെന്നും ലഭിച്ചിടുവാൻ പരിശുദ്ധാത്മാവേ വരണേ. വരം ഞങ്ങൾക്കെന്നും ലഭിച്ചിടുവാൻ പരിശുദ്ധാത്മാവേ വരണേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. രോഗപീഠകൾ അനുഭവിക്കുന്നവര്, ഭാരത്തിൽ കഴിയുന്നവര്, വ്യക്തതയിൽ കഴിയുന്നവര്, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവര്, കർത്താവേ, കിട്ടാക്കടങ്ങളുടെ മേല്, മനുഷ്യരഹിത വായ്പ കൊടുത്തവരുടെ മേൽ വിഷമിക്കുന്നവര്, തൊഴിലില്ലാതെ വിഷമിക്കുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ മകനെയും മകളെയും സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവനുള്ള ദിവ്യകാരുണ്യം നമ്മുടെ ജീവിത പ്രതിസന്ധികളിലെ നമുക്ക് ഇരുട്ടിൽ വെളിച്ചമായി, അക്ഷരാർത്ഥത്തിൽ ആശ്വാസമായി അൾത്താറയിൽ കടന്നു വരികയാണ്. നമുക്ക് ആദരവോടെയും ആരാധനയോടെയും മുട്ടുകുത്തി കർത്താവിൻ്റെ ശക്തി ചൈതന്യത്തിൻ്റെ ആരാധനയിൽ സൗഖ്യവും സമാധാനവും സമാശ്വാസവും പ്രാപിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാവരും മനമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവത്തിന്റെ മുന്നിലേക്ക് നിന്റെ സങ്കടങ്ങൾ ഉയർത്തണം. യോഹന്നാൻ 10:10 പറയുന്ന അനുബന്ധ ജീവൻ നൽകാനാണ് സമർത്ഥമായിട്ട് നൽകുന്ന ദൈവം. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങൾ സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ, ജീവിത വ്യഗ്രതകൾ സമർപ്പിക്കട്ടെ, ദുഃഖ ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ. IELTS എക്സാം എഴുതുന്നവർ, നെറ്റിൻ്റെ എക്സാം എഴുതുന്നവർ, സെറ്റിൻ്റെ എക്സാം എഴുതുന്നവർ, OTT എക്സാം എഴുതുന്നവർ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ശിരസ് നമിച്ചുകൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. വിശ്വാസത്തോടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഒന്നും സാധ്യമല്ലാത്തവനെ ഈശോയെ, എല്ലാം സാധ്യമായവനെ ഈശോയെ, നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ആരാധനയും അർപ്പിക്കുന്ന കർത്താവേ. ഈശോ അനേകം മക്കളെ കർത്താവേ കണ്ണുനീരോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയെ. കർത്താവ് വചനത്തിലൂടെ കർത്താവെ അങ്ങ് വെളിപ്പെടുത്തിയല്ലേ ഈശോയെ. എപ്പോഴെല്ലാം ജീവിതം കർത്താവെ കലുഷിതമാകുന്നുവോ, എപ്പോഴെല്ലാം ജീവിതം കർത്താവെ പ്രതിസന്ധിയിലാകുന്നുവോ, അപ്പോഴെല്ലാം കർത്താവെ അങ്ങയുടെ ഓരോ വചനത്തിനും സാക്ഷ്യം വഹിച്ചാൽ മതിയെന്ന് കർത്താവെ അങ്ങ് വചനത്തിലൂടെ വെളിപ്പെടുത്തില്ല ഈശോയെ. ഈശോയെ വചനത്തെ സാക്ഷ്യം വഹിക്കണം കർത്താവെ, വചനം ഓർക്കണം കർത്താവെ, വചനം ഓർക്കണം കർത്താവെ, വചനത്തെ സ്നേഹിക്കണം കർത്താവെ, ഓർമ്മശക്തിയുടെ വചനത്തെ സ്നേഹിക്കുന്നതിൻ്റെ കർത്താവെ, അഭിഷേകത്തെ കർത്താവെ മക്കളിലേക്ക് ഈ നിമിഷം അഭിഷേകമായി നൽകണമേ യേശുവേ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്നും അസാധ്യമല്ലാത്തവനെ ഈശോ, ഈശോ, ഈശോ എല്ലാം സാധ്യമായവനെ ഈശോ, നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്നു ഈശോ. അച്ഛന് കാഴ്ച നൽകുവനെ ഈശോ, ചീട്ടി കേളു നൽകുവനെ ഈശോ, ഊമന് സംഭാഷണം നൽകുവനെ ഈശോ, മഹോരോഗം സുപ്പെടുത്തിയവനെ ഈശോ, തലവാരം സുപ്പെടുത്തിയവനെ ഈശോ, മനുഷ്യൻ ഉയർപ്പിച്ചവനെ ഈശോ, ഓരോ മകനെയും കർത്താവേ, ഓരോ മകളെയും കർത്താവേ അങ്ങ് സ്പർശിക്കണമേ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ആളുകൾ രോഗങ്ങളെ തീരവേദികളെ മാറിപ്പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന ഈ നിമിഷങ്ങളിൽ നീ ശിരസ് കുമ്പിട്ട് കൈകൾ കൂപ്പി ആദരവോടും നിന്റെ ഭാരങ്ങളെയും രോഗങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ഈ ആശീർവാദ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ തിരുമുറുപാട് നാണിപ്പെടുതാടുന്ന വലത് കരം നിന്റെ ശിരസെ പതിക്കുകയും
കർത്താവ് നിന്റെ കുടുംബത്തിൽ വെച്ച്, നീ ഇവിടെ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം വെച്ച് കർത്താവ് ആശീർവാദത്തിൻ്റെ സമയത്ത് നിന്നെ സുഖപ്പെടുത്തുകയും നിന്നെ വലിയ സാക്ഷിയായി ഉയർത്തുകയും ചെയ്യുന്നുവെന്നുള്ള വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം, പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തൻ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുമ്പോഴേ, ജീവിക്കുന്ന ദൈവമേ, അടിപ്പഴം പോലെ വൈതാക്കാലം പോലെ അവർക്കത് ബലവത്താകുവാൻ ഫലവത്താകുവാൻ സഹായിക്കണമേ. ഈ ആരാധന പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മക്കളെ അവരും കർത്താവിന് വലിയ സാക്ഷികളായി മാറാൻ ആരാധനയെ സഹായിക്കണേ. അമ്മയെ പരിശുദ്ധ മാതാവേ, എല്ലാ മലാഖമാരെ വിശുദ്ധമാരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ സ്വസ്ഥമേ. തളർവാദ രോഗിയുടെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞ കർത്താവ്, അന്ധന് കാഴ്ച കൊടുത്ത ദൈവം, ബദിരന് കേൾവി കൊടുത്ത ദൈവം നിന്നെ ആശീർവദിക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തി വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ, ശബ്ദമുയർത്തി വിളിച്ചപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ സാലോൺ ടിവിയിലൂടെ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര് കൃപാസന സാധന അഭിഷേകത്തില് ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ, മക്കളെ സമർപ്പിക്കട്ടെ, ജീവിത പങ്കാളി സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ, ക്യാൻസർ രോഗികള് തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, തൈറോയ്ഡ് രോഗികള് തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവര് തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. വ്യക്തി രോഗികൾ പ്രാർത്ഥിക്കട്ടെ, ലിവർ രോഗികൾ പ്രാർത്ഥിക്കട്ടെ, പരമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വാസനം സാധനാഭിഷേകത്തിലൂടെ ദൈവിക ഇടപെടൽ ആസ്വദിച്ച് അനുഗ്രഹം പ്രാപിച്ച സൗഖ്യം പ്രാപിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.